കാണുന്നതാണ് നമ്മുടെ ഡ്രോണിൻ്റെ ബാഗ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഡ്രോണും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഒരു ബാഗാണ്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്താൽ നമുക്കിങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ കഴിയുക. ഇത് ഞാൻ ഒരുപാട് പ്രാവശ്യം ഓപ്പൺ ആക്കി ഇതൊക്കെ പറത്തി നോക്കിയതാണേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രോൺ കുട്ടൻ. അപ്പോൾ ഡ്രോൺ നമുക്ക് തൽക്കാലം ഇവിടെ വെക്കാം. അതേപോലെ തന്നെ മെയിനായിട്ട് നമുക്ക് വരുന്നത് RC റിമോട്ട് കൺട്രോളർ. അപ്പോൾ ഇതാണ് നമ്മുടെ RC നമുക്ക് ഇവിടെ വെക്കാം. ഇനി മെയിനായിട്ട് ഇതിൽ വരുന്നത് ഇതിൻ്റെ ബാറ്ററി പാക്കാണ്. ഇതിലിപ്പോൾ നമുക്ക് നിലവിൽ 3 ബാറ്ററി പാക്കാണ് വരുന്നത്. 45 മിനിറ്റാണ് ഓരോ ബാറ്ററിയും പറക്കുക. അങ്ങനെ 45 മിനിറ്റ് പറക്കാൻ കഴിയുന്ന 3 ബാറ്ററിയാണ് നമുക്കിതിൻ്റെ കൂടെ വന്നിട്ടുള്ളത്. അപ്പോൾ മെയിനായിട്ടൊരു ഡ്രോണിൻ്റെ സെറ്റപ്പുകൾ ഇതാ ഇത്രയാണ്. ഇനി ബാക്കിയുള്ളത് ഇതിൻ്റെ ഉള്ളിലൊരു സംഭവങ്ങളുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ എൻട്രി ഫിൽറ്ററും അതേപോലെ തന്നെ ഇതിൻ്റെ കാറ്റലോഗും കാര്യങ്ങളൊക്കെ വരുന്നത്. ചാർജറിൻ്റെ കേബിളൊക്കെ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിലാണ് വരുന്നത്. അത് ഞാൻ ലാസ്റ്റ് കാണിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ RC പരിചയപ്പെടാം. ഇതാണ് ഇതിൻ്റെ റിമോട്ട് കൺട്രോളർ. അപ്പോൾ ഈ RC പരിചയപ്പെടുമ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈഡിൽ കണ്ടില്ല 2 ബട്ടൺ, ഇതാണ് ഇതിൻ്റെ ജോയ്സ്റ്റിക്ക്. ഇത് നമ്മളിങ്ങനെ എടുക്കണം. അപ്പോൾ അതാ നമ്മളിങ്ങനെ പതുക്കെ സൂക്ഷ്മതയോടെ എടുക്കണം. ഏകദേശം ഈ ഒരു സാധനത്തിന്, ഈ ഒരു ചെറിയൊരു നെറ്റിന് വരുന്ന വില 2500 രൂപേൻ്റെ അടുത്താണ്. അപ്പോൾ ഈ ഒരു നെറ്റ് എടുത്തിട്ട് ആദ്യം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇവിടെ കണ്ട 2 സ്ക്രൂ എടുക്കേണ്ട ഗ്യാപ്പ് ഇവിടെ സ്ക്രൂ ചെയ്യണം. ഇതേപോലെ ഇതിവിടെ സ്ക്രൂ ചെയ്ത് വെച്ചു. അടുത്തത് ഇതും ഇവിടെ സ്ക്രൂ ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുക, നമ്മൾ ഇതാണ് ഇതിൻ്റെ ആൻറ്റിന. ഇത് പതുക്കെ പൊക്കുക. അതേപോലെ ഇതൊങ്ങനെ പൊക്കുക. ഇത് വേണമെങ്കിൽ ഇങ്ങനെ നിർത്തും ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ വെക്കും ചെയ്യാം. എന്നിട്ട് ഇത് ഓണാക്കാൻ ആദ്യം ഒരു ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരു 3 സെക്കൻഡ് അമർത്തി പിടിച്ചാൽ ഇതേപോലെ സൗണ്ട് കേട്ട് ഇത് ഇങ്ങനെ ഓണാവും. കണ്ടത് ഇത് ഓണായി വരികയാണേ. അപ്പോൾ DJൻ്റെ ആ ഒരു ലേബലൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. ഇത് ഓണാവാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോഴേക്ക് നമുക്ക് ഡ്രോൺ ഓണാക്കല്ല പരിപാടി നോക്കാം. അപ്പോൾ ഡ്രോൺ ഓണാക്കാൻ ആദ്യം ഇതാണ് നമ്മുടെ ബാറ്ററി പാക്ക്. ഇതിൽ നിന്ന് നമുക്ക് തൽക്കാലം ഒരു ബാറ്ററി എടുക്കാം. ബാറ്ററി എടുക്കുന്നതിന് മുന്നേ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിൽ ഈ ഒരു 3 ബാറ്ററിയിൽ നമുക്കറിയാൻ കഴിയും എല്ലാ ബാറ്ററിയിലും എത്രത്തോളം ചാർജ് ഉണ്ട്. അതിനുള്ളതാണ് ഈ ഒരു ബട്ടൺ. ഈ ഒരു ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ കണ്ടോ, ഈ ഒരു ബാറ്ററി ഫുള്ളല്ല. ഈ ഒരു ബാറ്ററിയും ഏകദേശം, ഈ ഒരു 2 ബാറ്ററി ഏകദേശം ഫുള്ളാണ്. അപ്പോൾ തീരെ കമ്മി ആയിട്ടുള്ളതാണിത്. ഇതിലാകെ 2 പുള്ളിയുള്ളൂ. അപ്പോൾ നമുക്ക് ഇതെടുക്കാം. ഈ ഒരു ബാറ്ററി നമ്മളിങ്ങനെ ഈ ഒരു സാധനം കണ്ടില്ലേ, ഇതിങ്ങനെ പ്രസ് ചെയ്തിട്ട് വലിച്ചെടുത്താൽ ഈ ബാറ്ററി നമ്മളെ കൈ കിട്ടി. ഇനി നമുക്കിത് ഡ്രോണിലിട്ട് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഡ്രോൺ ഇങ്ങനെ വരുന്നത് ഒരു മാസ്കൊക്കെ ഇട്ടിട്ടാണ് കണ്ടില്ലേ, നല്ലൊരു മൗത്ത് മാസ്കൊക്കെ ഇട്ടിട്ടാണ് നമ്മളെ ഡ്രോൺ വരുന്നത്. ജിംബൽ പ്രൊട്ടക്ഷനാണിത്. അപ്പോൾ ഈ ഒരു അലാസ്റ്റിക് ഉണ്ടല്ലേ, ഇതിങ്ങനെ പതുക്കെ വലിച്ച് വിട്ടാൽ ഇത് ഓപ്പൺ ആയിട്ട് വരും. അതേപോലെ തന്നെ ഇവിടെ ഇതുണ്ട്, ഇത് പിടിച്ചിട്ട് ഇങ്ങനെ പതുക്കെ പൊക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു മാസ്ക് നമുക്ക് അഴിച്ചെടുക്കാൻ കഴിയും. പോകണല്ലേ, മാസ്ക് അഴിച്ചു. നമ്മളെ ഡ്രോൺ ഇവിടെ ഏറെക്കുറെ സെറ്റായിട്ടുണ്ട്. അല്ലേ, ഇതാണ് നമ്മുടെ ഡ്രോണിൻ്റെ അവസ്ഥ. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രൊപ്പല്ലറൊക്കെ ഒന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളത് ഈ ഒരു സാധനമല്ലേ ഇത് പതുക്കെ ചെയ്യുക. ഇതേപോലെ ചെയ്യുക. അതേപോലെ ഇതും പതുക്കെ നിവർത്തിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിലെ പ്രൊപ്പല്ലർ അത് ഇങ്ങനെ താഴേക്ക് എടുക്കുക. അതേപോലെ തന്നെ ഈ ഒരിതും താഴേക്ക് എടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ഡ്രോണ് ഇങ്ങനെ ആയിട്ടുണ്ട്. അല്ലേ, ഇതാണ് ഇതിൻ്റെ പ്രൊപ്പല്ലർ. ഞാനിങ്ങനെ ഇത് ഡ്രോൺ നിവർത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആദ്യം തന്നെ ഇതിൻ്റെ പ്രൊപ്പല്ലറൊക്കെ കറക്റ്റ് ചെയ്യും. ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വെക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാറ്ററി ഒന്ന് ഇട്ട് നോക്കാം. അയ്യോ, ബാറ്ററി ഒന്ന് ചാടിപ്പോയതാ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാറ്ററി വരുന്നത്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് കണ്ടില്ലേ, ഇതിലേക്കാണ് നമ്മൾ ഈ ഒരു ബാറ്ററി ഉപയോഗിക്കുന്നത് കേട്ടോ. നമുക്ക് പതുക്കെ ചെയ്ത് നോക്കാം. ഈ ഒരു ബാറ്ററി ഇട്ടാൽ തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓണാവേ. ഓണായി കണ്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് ഓണാവും കണ്ടോ. ജിമ്പിലൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രോൺ. ഈ ഡ്രോണിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇതങ്ങനെ മരത്തിലൊന്നും പോയി ഇടിക്കുന്നില്ല. ഒക്കെ സെൻസറുകളാണ് ഇതിന് കണ്ടില്ലേ. ഇവിടെ തന്നെ ഈ കാണുന്നതൊരു സെൻസർ, അതേപോലെ ഇതൊരു സെൻസർ, ഇവിടെ ഒരു സെൻസർ, ഇതൊക്കെ സെൻസറാണ്. അതേപോലെ തന്നെ ഇവിടെയും കണ്ടോ, ഇതൊക്കെ സെൻസറുകളാണ്.
അപ്പോൾ എങ്ങനെയും പോയിട്ട് ഇങ്ങനെ ഇടിക്കൊന്നുമില്ല. ഇപ്പോൾ നിങ്ങളൊരു ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ വന്നാൽ ഒരു ഏകദേശം ഒരു നിശ്ചിത അകലത്തിൽ ഇതിങ്ങനെ നിൽക്കും. പിന്നെ നമ്മൾ വർക്ക് ചെയ്താൽ ഇത് മുന്നോട്ട് ഇങ്ങനെ പോകില്ല. അതിങ്ങനെ ആ ഒബ്ജക്റ്റ് അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് ഇതിങ്ങനെ ഡ്രോൺ തെന്നി മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഡ്രോൺ ഇവിടെ ഓൺ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ RCയും ഇവിടെ ഓൺ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് പറത്തി നോക്കാം. പറത്തി നോക്കാൻ എന്താ വേണ്ടത് വെച്ചാൽ ഡ്രോൺ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓണാക്കി കഴിഞ്ഞതിന് ശേഷം ഇത് പറത്താൻ കുറച്ച് ടൈം എടുക്കും. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ക്യാമറ വർക്കിംഗ് ആണ്, ആ ക്യാമറ വിഷ്വൽസാണ് ആ കാണുന്നത്. ഇപ്പോൾ ഇതിൽ ഓൾമോസ്റ്റ് 31% ചാർജ് ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ നമുക്കിവിടെ റേഞ്ച് കിട്ടാണ്ട് ഈ 14-12 എന്നൊക്കെ മാറിപ്പോണില്ല. ഇത് നമുക്ക് 15ൻ്റെ മേലെ കിട്ടണം. ഇത് സാറ്റലൈറ്റ് കണക്ഷനാണ്. അപ്പോൾ അത് ആ 15ൻ്റെ മേലെ കിട്ടി. ഇനി നമുക്ക് ഇവിടെ ഈ ഒരു ആരോ മാർക്ക് കണ്ടോ, ഈ ഒരു ആരോ മാർക്ക് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഹോം പോയിൻ്റ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഞെക്കി പിടിച്ചാൽ ഡ്രോണ് പാറുട്ടോ, അത് കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ ഡ്രോണ് പറത്താൻ പോകണേ. ഇതോ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക. കണ്ടോ, ഡ്രോൺ അവിടെ വർക്ക് ചെയ്തു. ഇനി ഓട്ടോമാറ്റിക്കായിട്ട് പൊങ്ങും. അപ്പോൾ നമ്മുടെ ഡ്രോൺ ഇങ്ങനെ പൊങ്ങിയിട്ടുണ്ട്, കണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഒരു ജോയ് സ്റ്റിക്കിൽ ഇത് മുന്നോട്ട് നീക്കിയാൽ ഡ്രോണ് പൊങ്ങും. അല്ല, മുന്നോട്ട് നീക്കിയാൽ പൊങ്ങും. അപ്പോൾ ഈ ഒരു ജോയ്സ്റ്റിക്ക് താഴേക്കാക്കിയാൽ ഡ്രോൺ ഇങ്ങനെ താന്ന് വരും. കണ്ടോ, നമ്മുടെ ഡ്രോൺ ഇങ്ങനെ താന്ന് വരികയാണേ. അതേപോലെ തന്നെ ഈ ഒരു ജോയ്സ്റ്റിക്ക് ഈ കാണുന്നത് ഇത് മുന്നോട്ട് നീക്കിയാൽ ഡ്രോൺ മുന്നോട്ട് പോകും. നീക്കുകയാണേ, കണ്ടോ, ഡ്രോൺ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ആ ഒരു ഓല കണ്ടപ്പോൾ കണ്ടോ, ഓലേൻ്റെ അടുത്തെത്തിയപ്പോൾ ആ ഡ്രോൺ ഓട്ടോമാറ്റിക്കായിട്ട് നിന്നു. അതേപോലെ തന്നെ ഇത് പുറകോട്ട് പതുക്കാക്കിയാൽ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഏതൊരു തുടക്കക്കാരനും തുടക്കത്തിൽ തന്നെ അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു മോഡലാണ് ഈ ഒരു DJIൻ്റെ Mini 5 Pro എന്ന് പറയുന്ന മോഡൽ കേട്ടോ.